ആദ്യ ആദ്യ സീസണിലെ ചാമ്പ്യന്മാരാണ്, അപ്പോൾ കിരീടധാരികളാണ് ഓൾറെഡി. അപ്പോൾ അതൊരു ഈ സീസണിൽ കൊല്ലത്തിന് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ? ചോദ്യം സമ്മർദ്ദം ഉണ്ടോയെന്നാണ്. സ്വാഭാവികമായിട്ട് ഇത്രയും സ്പെക്ടേറ്റേഴ്സും പിന്നെ സഞ്ജുവിനെ പോലുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ വരേണ്ടതാണ്. ബട്ട് ഈ ചോദ്യം എനിക്ക് തോന്നുന്നത് ഈ കൊല്ലം സെയിലേഴ്സിനോടല്ല ചോദിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾക്ക് പ്രഷറിൻ്റെ ആവശ്യമില്ലല്ലോ, ബാക്കി 5 ടീമിനായിരിക്കും പ്രഷർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കാരണം KCLൻ്റെ ഫസ്റ്റ് എഡിഷനിൽ നമുക്ക് ചാമ്പ്യനാകാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു. കാരണം ഹിസ്റ്ററി ഈസ് മെയ്ഡ്. കാരണം ഇനി ആര് ജയിച്ചാലും അത് രണ്ടാമതാണ്. നാളെ PSCയിൽ KCLലെ ഫസ്റ്റ് എഡിഷൻ ജയിച്ച് എന്നുള്ളൊരു ചോദ്യമല്ലേ വരാൻ ചാൻസ് ഉള്ളൂ. അതെന്തായാലും ഞങ്ങൾ ഹിസ്റ്ററി ഉണ്ടാക്കി. അതുകൊണ്ട് പ്രഷർ എന്നുള്ളതില്ല. നമ്മളെ ഓരോ ഗെയിമും എൻജോയ് ചെയ്യുക. നമ്മൾ ഓരോ കളിയും ഒരു കളിയായിട്ട് കണ്ട് ക്രിക്കറ്റിനെ സ്നേഹിക്കുക. എല്ലാവരും അങ്ങോട്ടും ചുറ്റും അറിയാവുന്നവരാണ്. അപ്പോൾ ഒരു ജെൻറ്റിൽമാൻ ഗെയിമാണ്. അപ്പോൾ നല്ല എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്ത് പോകാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഞാനിന്നിപ്പോൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മിസ്റ്റർ സോഹൻ റോയിയും ഞങ്ങളുടെ കോൺട്രായ ശ്രീശാന്തിനെയാണ്. അവർ രണ്ടുപേരും എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ വൈഫുമാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ സപ്പോർട്ടും നിങ്ങൾ അതേപോലെ ഗ്രൗണ്ടിലും സോഷ്യൽ മീഡിയയിലും എല്ലാം വന്ന് ഞങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സാർ. കൊല്ലം ഫാൻസിൻ്റെ ഒരുപാട് ആരവങ്ങൾ ആ സൈഡിൽ നിന്ന് കേട്ടിരുന്നു. അവർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നതായിരുന്നു സാറിൻ്റെ സ്പീച്ച്. ആദ്യ കിരീടം അവരുടേതാണ്. ഇനി ആർക്കും അത് സ്വന്തമാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത ടീമിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ ടീം. Thank you everyone. Thank you so much. Thank you guys for that moment. Thank you for having here. Please. ഇനി നമ്മൾ ഏറെ നേരമായിട്ട് കാത്തിരിക്കുന്ന ഒരു മൊമെൻറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ 6 ടീമുകളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്, ആ സ്ക്വാഡിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ആദ്യമായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ടീം ആരായിരിക്കും? എന്തെങ്കിലും ഗസ് ഉണ്ടോ? കുറെ പേര് ഗസ് കറക്റ്റാണ്. യെസ്, ആദ്യ സീസണിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആണ് വേദിയിലേക്ക് ആദ്യമായി എത്താൻ പോകുന്നത്. പരിചയസമ്പന്നരായ മുതിർന്ന താരങ്ങൾ, ആവേശകരമായ പോരാട്ട വീര്യമുള്ള യുവനിരയുമാണ് കൊല്ലം സെയിലേഴ്സിന്റെ കരുത്ത്. കൊല്ലം സെയിലേഴ്സ് ടീം ഓണേഴ്സിനെയും ഓണറായ സോഹൻ റോയിയും സഹോടമകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Along with them, let me call upon Dr. N. Prabhiraj, CEO of Aries Kollam Sailors. He is also the MD of Aries Group of Companies. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ദീപ പ്രഭിരാജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Aries Sportica and Leisure Castle, MD and owner of Aries Kollam Series. And along with them, let me also have Bhadra Prabhiraj, the social media head of Aries Kollam Sailors. Guys, can we have a round of applause for the team Aries Kollam Sailors? Team owners-നെയും members-നെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Very easy now. He struck that. Oh, there it is. That's victory for the Sailors. Champions of the inaugural edition of the Kerala Cricket League. ആദ്യ സീസണിലെ ചാമ്പ്യന്മാരാണ്, അപ്പോൾ കിരീടധാരികളാണ് ഓൾറെഡി. അപ്പോൾ അതൊരു ഈ സീസണിൽ കൊല്ലത്തിന് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ? ചോദ്യം സമ്മർദ്ദം ഉണ്ടോയെന്നാണ്. സ്വാഭാവികമായിട്ട് ഇത്രയും സ്പെക്ടേറ്റേഴ്സും പിന്നെ സഞ്ജുവിനെ പോലുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ വരേണ്ടതാണ്. ബട്ട് ഈ ചോദ്യം
എനിക്ക് തോന്നുന്നത് ഈ കൊല്ലം സെയിലേഴ്സിനോടല്ല ചോദിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾക്ക് പ്രഷറിൻ്റെ ആവശ്യമില്ലല്ലോ. ബാക്കി 5 ടീമിനായിരിക്കും പ്രഷർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കാരണം KCLൻ്റെ ഫസ്റ്റ് എഡിഷനിൽ നമുക്ക് ചാമ്പ്യനാകാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു. കാരണം ഹിസ്റ്ററി ഈസ് മെയ്ഡ്. കാരണം ഇനി ആര് ജയിച്ചാലും അത് രണ്ടാമതാണ്. നാളെ PSCയിൽ KCLലെ ഫസ്റ്റ് എഡിഷൻ ജയിച്ച് എന്നുള്ളൊരു ചോദ്യമല്ലേ വരാൻ ചാൻസ് ഉള്ളൂ. അതെന്തായാലും ഞങ്ങൾ ഹിസ്റ്ററി ഉണ്ടാക്കി. അതുകൊണ്ട് പ്രഷർ എന്നുള്ളതില്ല. നമ്മൾ ഓരോ ഗെയിമും എൻജോയ് ചെയ്യുക. നമ്മൾ ഓരോ കളിയും ഒരു കളിയായിട്ട് കണ്ട് ക്രിക്കറ്റിനെ സ്നേഹിക്കുക. എല്ലാവരും അങ്ങോട്ടും ചുറ്റും അറിയുന്നവരാണ്. അപ്പോൾ ഒരു ജെൻറ്റിൽമാൻ ഗെയിമാണ്. അപ്പോൾ നല്ല എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്ത് പോകാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഞാനിന്നിപ്പോൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മിസ്റ്റർ സോഹൻ റോയിയും ഞങ്ങളുടെ കോൺട്രായ ശ്രീശാന്തിനെയാണ്. അവർ രണ്ടുപേരും എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ വൈഫുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ സപ്പോർട്ടും നിങ്ങൾ അതേപോലെ ഗ്രൗണ്ടിലും സോഷ്യൽ മീഡിയയിലും എല്ലാം വന്ന് ഞങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സാർ. കൊല്ലം ഫാൻസിൻ്റെ ഒരുപാട് ആരവങ്ങൾ ആ സൈഡിൽ നിന്ന് കേട്ടിരുന്നു. അവർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നതായിരുന്നു സാറിൻ്റെ സ്പീച്ച്. ആദ്യ കിരീടം അവരുടേതാണ്. ഇനി ആർക്കും അത് സ്വന്തമാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ